നിയമസഭയിൽ സർക്കാരിനെതിരെ നിലപാട് കടുപ്പിക്കാൻ പ്രതിപക്ഷം. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവും ശബരിമല യുവതീ പ്രവേശന പ്രതിഷേധത്തിലെടുത്ത കേസുകളും ഉന്നയിക്കും. PSC നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള 3 ബില്ലുകൾ സഭയിൽ സർക്കാർ അവതരിപ്പിക്കും. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, ഈ 14ാം നിയമസഭയുടെ ഈ സെഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇനിയിപ്പോൾ 3 ഘട്ടമായിട്ടാണല്ലോ ആ സെഷൻ തീരുമാനിച്ചിരുന്നത്. 2ാം ഘട്ടം ഇന്ന് അവസാനിക്കും. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒക്ടോബർ മാസം ആദ്യത്തെ വാരമാണ് അടുത്ത സെഷൻ വരുന്നത്, പൂജയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്നും സഭയിൽ പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കാനാണോ സാധ്യത? ഇന്നലെ സാമ്പത്തിക പ്രതിസന്ധിയാണ് അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവന്നത്. അത് വേണ്ടത്ര രീതിയിൽ അങ്ങനെ ഏശിയിട്ടില്ല. പക്ഷേ ഒരു വലിയ ചർച്ച നടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാമ്പത്തികാവസ്ഥയെക്കുറിച്ച് ധവളപത്രം ഇറക്കണമെന്നൊക്കെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടു. ഇന്ന് എന്താണ് പ്രതിപക്ഷത്തിന്റെ നീക്കം സഭയിൽ? അരുൺകുമാർ, നിയമസഭാ സമ്മേളനം ഇന്ന് അവസാനിച്ചാൽ ഇനി തിങ്കളാഴ്ചയാണ് പുനരാരംഭിക്കുക. പിന്നീട് 10-ാം തീയതി പൂർണ്ണമായും ഈ സെഷൻ അവസാനിക്കും. ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള സഭാ സമ്മേളനമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ജനകീയ വിഷയങ്ങൾ കൂടുതൽ സജീവമായി ചർച്ച ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത്. കാരണം സാധാരണ നിയമസഭാ സമ്മേളനത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയാൽ അതിന് അനുമതി നിഷേധിക്കുകയും പിന്നീട് പുറത്തിറങ്ങി വലിയ പ്രതിഷേധമൊക്കെ സംഘടിപ്പിക്കുന്നതാണ് പതിവ്. പക്ഷേ ഈ തവണ അങ്ങനെ ആയിരുന്നില്ല. അടിയന്തര പ്രമേയമൊക്കെ ചർച്ചയാക്കിയതോടെ അങ്ങനെ ഒരു വലിയ പ്രതിഷേധം സഭയ്ക്കകത്ത് ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇന്നലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് കൂടുതൽ കടുപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എടുത്തത്. ഇന്ന് സ്വാഭാവികമായും രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർന്ന ആ കൊലവിളി പരാമർശം അത് സഭയ്ക്കകത്ത് ശൂന്യവേളയിൽ കൊണ്ടുവരാനുള്ള ആലോചനയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റു പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ വിഷയം, അതുവഴിയുള്ള സുരക്ഷാ ഭീഷണി അടക്കം സഭയ്ക്കകത്ത് ചോദ്യോത്തരവേളയിൽ ഉന്നയിക്കാനുള്ള ശ്രമമുണ്ട്. അതിനു പുറമെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രദേശവാസികൾ അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. അത് കോഴിക്കോട് ജില്ലയിലടക്കം വലിയ പ്രശ്നങ്ങളാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇന്ന് സഭയ്ക്കകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ശ്രദ്ധ ക്ഷണിക്കലായിട്ടാണ് ആ വിഷയം സഭയിലേക്ക് പ്രതിപക്ഷം എത്തിക്കുന്നത്. ഇതിനു പുറമെ PSC നിയമ ഭേദഗതി ബില്ലടക്കം 3 ബില്ലുകളും ഇന്ന് സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഏതായാലും സഭയിൽ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ആ വിഷയം ഇന്ന് കൊണ്ടുവന്നാൽ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകുമോ എന്ന ഒരു ചോദ്യമുണ്ട്. ഇല്ലെങ്കിൽ സ്വാഭാവികമായും പ്രതിപക്ഷം പ്രതിഷേധമുയർത്താനാണ് സാധ്യത. ഓക്കേ, അപ്പോൾ പ്രതിഷേധമുണ്ടാവും എന്നുള്ളതാണ്. ജനകീയ വിഷയങ്ങളൊക്കെ പരമാവധി സഭയിൽ കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് കഴിയുന്ന വിധത്തിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷം കൊണ്ടുവരുന്ന പല അടിയന്തര പ്രമേയങ്ങളും പണ്ട് നമ്മുടെ നിയമസഭയൊക്കെ നോക്കിയാലേ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ അടുത്തതായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അടിയന്തര പ്രമേയത്തിന്മേൽ അനുമതി നൽകാത്തതിനെ തുടർന്ന് സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം എന്നുള്ളതായിരിക്കും നമ്മൾ ആദ്യമേ എഴുതാൻ പോകുന്നത്. ഇപ്പം നമുക്ക് അങ്ങനെ എഴുതാൻ ഇച്ചിരി ടെൻഷനാണ്. കാരണം എന്താ, സഭ ബഹിഷ്കരിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. സഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സഭയിൽ തന്നെ ആകെ 7-8 ദിവസം ഉള്ളത് 4 പ്രമേയങ്ങളും സഭ ചർച്ചയ്ക്കെടുത്തു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷവും കുടുങ്ങും, മാധ്യമപ്രവർത്തകരും പിന്നെ അവിടെ കുത്തിയിരുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരുമല്ലോ. പക്ഷേ ജനകീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നതെന്നുള്ളത് ആരോഗ്യകരമാണ്. മാത്രമല്ല, ഒരടിയന്തര പ്രമേയം പോലും ചർച്ച ചെയ്യാത്ത പാർലമെന്റിനെ സംബന്ധിച്ച് നമ്മുടെ നിയമസഭയുണ്ടല്ലോ പൊന്നാണ്. ഈ പൊന്നപ്പനല്ലട തങ്കപ്പൻ എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ നിയമസഭ, പുളിയാണ്.